ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമദാനൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ എല്ലാവർക്കും? ഇന്ന് നമ്മൾ ചെയ്യുന്നത് 3 ഇഫ്താർ സ്റ്റാർട്ടേഴ്സിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും 2 സ്നാക്സുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം. പിന്നെ ഒരല്പം വെളുത്തുള്ളി ചതച്ചതും, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണിത്. ഇതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ഷ്രെഡ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഏകദേശം നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി ഒരു ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സമൂസേൻ്റെ ഷീറ്റാണ്, റെഡിമെയ്ഡ് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഷീറ്റ് വെച്ചിട്ട് സമൂസയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോ ഷീറ്റായിട്ട് എടുത്ത് അതിലേക്ക് ഫില്ലിങ് നിറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ കോണായിട്ട് ഷീറ്റ് മടക്കിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സമൂസ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് പഴം പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദ, അതിലേക്ക് ഒരല്പം ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കുന്നതും പഴം പൊരിക്കുന്നതും ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെയുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഇനി ഈ ബാറ്റർ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ള, എന്നാൽ നമ്മൾ ഇങ്ങനെ കോരി ഒഴിച്ച് കഴിയുമ്പോൾ മുറിഞ്ഞ് വീഴാത്ത രീതിയിലുള്ള ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ 2 പഴമാണ് പൊരിച്ചെടുക്കുന്നത്. രണ്ട് പഴത്തിന് 8 പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഓരോ പഴം 8 പീസായിട്ടാണ് മുറിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നീളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മതി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് ഓയിൽ നമുക്ക് വേസ്റ്റ് ആവില്ല. പിന്നെ നമ്മൾ അന്നത്തേക്കുള്ള ബാറ്ററും അന്നത്തേക്കുള്ള സാധനങ്ങളും മാത്രമേ നമ്മളിവിടെ റെഡിയാക്കാറുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് സ്നാക്സൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. സമൂസ തന്നെ ഞാൻ ആകെ 8 എണ്ണം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പഴംപൊരി കുറച്ച് കൂടുതലാണ്. 2 പഴം വെച്ച് 16 എണ്ണം ഉണ്ടാവും. പക്ഷെ അത് രാവിലെ കുട്ടികൾക്ക് കാൽച്ചായക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കുറച്ച് 2 കായ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സാധാരണ
ഒരു കായൊക്കെ എടുത്തിട്ടേ ചെയ്യാറുള്ളൂ. അപ്പം പഴംപൊരിയുടെ ബാറ്റർ ഞാൻ ആദ്യം പഴംപൊരിയാണ് പൊരിച്ചെടുക്കുന്നത്. എരിവുള്ളത് പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മധുരമുള്ളത് പൊരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചുവ വരും. പക്ഷേ മധുരമുള്ളത് പൊരിച്ച എണ്ണയിൽ നമുക്ക് എരിവുള്ളത് പൊരിച്ചാലും കുഴപ്പമൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ആ ബാറ്ററിൽ മുക്കിയിട്ട് പഴം പൊരിക്കാനിട്ടു. നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം നമുക്ക്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ട് ഭാഗവും ഒന്ന് ഗോൾഡൻ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ള പഴം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. പഴം ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരേ സമയം എരിവുള്ളതും മധുരമുള്ളതും പൊരിക്കാൻ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ മധുരമുള്ളത് പൊരിച്ച് കഴിഞ്ഞിട്ട് എരിവുള്ളത് പൊരിക്കുകയാണെങ്കിൽ നമുക്ക് ആ എണ്ണ വേസ്റ്റ് ആവാതെ നമുക്ക് നമ്മളെ പലഹാരത്തിന് ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ലാതെ പൊരിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ആദ്യം എരിവുള്ളതാണ് പൊരിക്കുന്നതെങ്കിൽ പിന്നെ മധുരമുള്ളത് ഇടുമ്പോൾ അതിന് ആ ഒരു എരിവ് രസം വരും പലഹാരത്തിന്. അത് ഏത് പലഹാരം ആയാലും ഉണ്ടാവും. അപ്പോൾ ആദ്യം മധുരമുള്ളത് പൊരിച്ചെടുക്കുക, എന്നിട്ട് എരിവുള്ളത് ഫ്രൈ ചെയ്യാം. സമൂസ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ ഒക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറുനാരങ്ങയുടെ നീരെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഒരു മഗ്ഗിലേക്ക്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഈ ഒരു ചെറുനാരങ്ങ കലക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് സോക്ക് ചെയ്തിട്ടുള്ള കസ്കസാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 ചെറിയ പീസ് ചെറുനാരങ്ങ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ സ്പൂണ് മാംഗോ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ഏത് ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതോ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് ഏതായാലും കുഴപ്പമില്ല. നല്ല തിക്കായിട്ടുള്ള ജ്യൂസായിരിക്കണമെന്നേ ഉള്ളൂ. വെള്ളമൊന്നും ചേർക്കാത്ത, പാലൊന്നും ചേർക്കാത്ത ജ്യൂസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നാരങ്ങ വെള്ളത്തിൽ പാല് ചേർക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡ്രിങ്ക്. വളരെ എളുപ്പമാണ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഫ്രൂട്ട്സായിട്ട് അനാറും അതുപോലെ മാമ്പഴമാണ് ഉള്ളത്. പിന്നെ കാരക്കയും തരിയുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സ്നാക്സും അതുപോലെ ജ്യൂസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.